നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ട്രാൻസ്ഫർ ജാലകം തുറന്നിരിപ്പാണ്. ടീമുകൾ തങ്ങളുടെ ശക്തി കൂട്ടാനുള്ള അവസാന വട്ട ശ്രമങ്ങളിലേക്കൊക്കെ കടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ഏറ്റവും അധികം സ്പെൻഡ് ചെയ്ത 5 ക്ലബ്ബുകൾ ഏതൊക്കെയാണ് നമ്മൾ പരിശോധിക്കുകയാണ്. 5ാമതുള്ളത് മാഞ്ചസ്റ്റർ സിറ്റിയാണ്. ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലെ കണക്ക് മാത്രമാണ് പറയുന്നത്, ഇതുവരെയുള്ള കണക്കുകൾ. സോ ഹയസ്റ്റ് സ്പെൻഡിങ് ക്ലബ്സ് ഓഫ് ദി സമ്മർ ട്രാൻസ്ഫർ വിൻഡോ സോ ഫാർ. 5ാം സ്ഥാനത്ത് മാഞ്ചസ്റ്റർ സിറ്റി. 146 മില്യൺ യൂറോയുടെ ട്രാൻസ്ഫറാണ്, സ്പെൻഡിങ് ആണ് അവർ ഇത്തവണ നടത്തിയിട്ടുള്ളത് ഇതുവരെ. 4ാം സ്ഥാനത്തുണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. വമ്പൻ താരങ്ങൾ അവരെത്തിക്കുന്നു. മാത്യൂസ് കുഞ്ഞയെ കൊണ്ടുവന്നു, എംബുമയെ കൊണ്ടുവന്നു. 153 മില്യൺ യൂറോയുടെ സ്പെൻഡിങ് ആണ് ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഇത്തവണ ഇതുവരെ അവർ നടത്തിയിട്ടുള്ളത്. 3ാം സ്ഥാനത്ത് റിയൽ മാഡ്രിഡാണ്. അർണോൾഡിനെ പോലുള്ള താരത്തെ അവർ എത്തിക്കുന്നത് നമ്മൾ കണ്ടു. അങ്ങനെയുള്ള ഒരു ട്രാൻസ്ഫർ വിൻഡോയാണിത്. 168 മില്യൺ യൂറോയാണ് അവരുടെ സ്പെൻഡിങ് ആയിട്ട് കണക്കാക്കിയിരിക്കുന്നത്. 2ാം സ്ഥാനത്ത് ചെൽസിയാണ്. പതിവ് പോലെ ചെൽസി സ്പെൻഡിങ് നടത്തുന്നു. 244 മില്യൺ യൂറോയാണ് ഇതുവരെ ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ചെൽസി സ്പെൻഡ് ചെയ്തതായിട്ട് ഓൺ ഫുട്ബോൾ കണക്കാക്കുന്നത്. 1ാമത് ഹ്യൂഗോ എക്കിറ്റിക്കെ ഇപ്പോൾ കൊണ്ടുവന്നത് 95 മില്യൺ യൂറോ. എല്ലാ കണക്കുകളും കൂടി ചേർത്ത് 80 മില്യൺ യൂറോ ഫിക്സഡ് ആണ്. അങ്ങനെ വലിയ സ്പെൻഡിങ് നടത്തി നിൽക്കുകയാണ് ലിവർപൂളാണ് 1ാമത്. ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ഇതുവരെ അവർ 309 മില്യൺ യൂറോയുടെ സ്പെൻഡിങ് നടത്തി എന്നാണ് കണക്ക്. ഏതായാലും പല ക്ലബ്ബുകളും തങ്ങളുടെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് തുനിഞ്ഞിറങ്ങിയത് കൊണ്ട് തന്നെ ഈ കണക്കുകളിലൊക്കെ ഇനിയും മാറ്റം വരും. നിലവിലെ സ്ഥിതിയാണ് പറഞ്ഞത്. ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്തിരിക്കുന്നത് ലിവർപൂൾ, 2 ചെൽസി, 3 റയൽ മാഡ്രിഡ്, 4 മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, 5 മാഞ്ചസ്റ്റർ സിറ്റി. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.